സാർ നമസ്കാരം. നമസ്കാരം. 2018 പ്രളയത്തിന് ശേഷം ഈ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി പല സന്നദ്ധ സംഘടനകളും സർക്കാരുമെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിലും പുനരധിവാസ പ്രവർത്തനത്തിലുമെല്ലാം ഏർപ്പെടുന്ന കാഴ്ച നാം കണ്ടു. സർക്കാരിന് വിദേശങ്ങളിൽ നിന്ന് പോലും ആഗോള മലയാളികളിൽ നിന്നും അതുപോലെ ലോക സമൂഹത്തിൽ നിന്നുമെല്ലാം കോടിക്കണക്കിന് രൂപ തന്നെയാണ് കിട്ടിയത്. ആ കോടിക്കണക്കിന് രൂപ കിട്ടിയതിൽ പല തിരിമറികളും നടത്തിയെന്നുള്ള വാർത്തകളൊക്കെ പിന്നീട് നമ്മൾ കണ്ടറിഞ്ഞു. നമ്മളിപ്പോൾ ആ വശത്തേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. അതായത് ബഹുമാന്യനായ രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുനർജനി എന്ന് പറഞ്ഞ ഒരു പുനരധിവാസ പദ്ധതി, അതായത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയിലേക്ക് അദ്ദേഹത്തിന് വിദേശങ്ങളിൽ സഞ്ചരിക്കുകയും അവിടങ്ങളിൽ നിന്നുള്ള മലയാളികളിൽ നിന്നും അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളിൽ നിന്നുമെല്ലാം ഫണ്ട് സ്വീകരിച്ച് ഈ പുനർജനി പദ്ധതിക്ക് വേണ്ടി അത് വിനിയോഗിച്ചു എന്നുള്ളൊരു കേസിൽ പിണറായി വിജയൻ സർക്കാർ വി ഡി സതീശനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. FCRA ലംഘനം നടത്തിയിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിന് വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ചൊക്കെ ആക്ഷേപം ഉന്നയിച്ച് വി ഡി സതീശൻ വിദേശത്ത് പോയി പണം സ്വീകരിച്ചു. അത് FCRA ചട്ടങ്ങളുടെ ലംഘനമാണ്, സതീശൻ ആ പണം മുക്കി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപമുണ്ടായത്. അങ്ങനെ ഒരു കേസ് വിജിലൻസിൽ ഉണ്ടായിരുന്നു. ആ കേസ് അന്ന് പിണറായി വിജയൻ്റെ വിജിലൻസ് അന്വേഷിച്ചപ്പോഴും സതീശൻ പണം വാങ്ങിയതിന് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് കൃത്യമായി തന്നെ അവർ റഫർ ചെയ്താണ് റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തല പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അവിടെയും ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കിട്ടിയിരിക്കുന്നു. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വിദേശ പര്യടനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുനർജനി എന്ന പദ്ധതിക്ക് വേണ്ടി വിദേശങ്ങളിൽ നിന്ന് ഫണ്ട് നേരിട്ട് വാങ്ങിയതായോ അദ്ദേഹം ആ ഫണ്ട് കൈമാറ്റം ചെയ്തതായോ തെളിയിക്കുന്ന തരത്തിൽ യാതൊരു രേഖകളുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി രമേശ് ചെന്നിത്തല പറയുന്നു. വി ഡി സതീശൻ ഇതിന് മറുപടി നൽകിയത് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ്റെ പേരിലാണ് ഈ പണം അത്രയും വന്നിട്ടുള്ളത്. ആർക്കാണോ വീട് വെച്ച് കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് യോഗ്യരായ ആളുകളെ കണ്ടെത്തുകയും അവർ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി കോൺട്രാക്ടേഴ്സിനെ കണ്ടെത്തുകയും അങ്ങനെ കോൺട്രാക്ടേഴ്സിലേക്ക് ഈ ഫൗണ്ടേഷൻ നേരിട്ട് പണം കൊടുക്കുകയും ആണ് ചെയ്യുന്നത്. വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ താക്കോൽദാനത്തിനും മറ്റുമായി വി ഡി സതീശൻ എത്തുമായിരുന്നു. എന്നല്ലാതെ പണം താൻ ദുർവിനിയോഗം ചെയ്യുകയോ പണം താൻ കാണുകയോ ചെയ്തിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നത്. ആ കേസ് അവസാനിപ്പിക്കുന്നതായി പറഞ്ഞു. സാർ, ഞാനിവിടെ പറയാൻ വരുന്ന കാര്യം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി കൊണ്ടാണ് വന്ധ്യവയോധികനായ, അതായത് 70 വയസ്സ് കഴിഞ്ഞ് ജനപ്രിയനായ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എന്നൊരു സ്ത്രീയെ ഇറക്കി ലൈംഗിക അപവാദമുണ്ടാക്കി പിന്നീട് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്രത്തോളം ജനപ്രിയനായ ഒരു നേതാവ് ഉമ്മൻചാണ്ടിയെ പോലെ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സദാചാര വിശുദ്ധിയിലും ഉമ്മൻചാണ്ടി വളരെ ആദർശനിഷ്ഠ പുലർത്തുന്ന ആൾ തന്നെയായിരുന്നു. അങ്ങനെയുള്ളൊരു നേതാവിനെയാണ് തനിക്ക് ഉമ്മൻചാണ്ടി പിതൃതുല്യനാണ് എന്ന് പറഞ്ഞ സരിത പിന്നീട് ആ ഉമ്മൻചാണ്ടി തന്നെ കൊണ്ട് വചനസുരതം ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള അതിവൈകൃതമായ ചില വാർത്തകൾ പുറത്തുവിട്ടു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ പിൽക്കാലത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറുമാണ് എന്നുള്ളത് പിന്നീട് തിരിച്ചറിഞ്ഞതാണ്. ഇതുപോലെ 2026 തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ മേൽക്കൈ നേടും, പിണറായി വിജയൻ 3.0 ആവർത്തിച്ച് തുടർഭരണം നേടുന്നതിന് വി ഡി സതീശൻ ഒരു പേടി സ്വപ്നമാണെന്ന് കണ്ടിട്ട് വി ഡി സതീശനെതിരെ കൊണ്ടുവന്നൊരു ആരോപണം തന്നെയായിരുന്നു പുനർജനി. ഈ പുനർജനിയിലുള്ള കേസ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ആ കേസ് തള്ളുന്നതായി പറയുമ്പോൾ എങ്ങനെയാണ് സാർ ഈ രണ്ട് കേസുകളെ തമ്മിൽ വിലയിരുത്തുന്നത്? CPM കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ ഒന്നാമതായത് CPMനെ പറ്റി ഏറ്റവും വലിയ കുഴപ്പം, ഏത് കോൺഗ്രസ് നേതാവിൻ്റെ പേരിലാണ് ആരോപണം ഉന്നയിച്ചാൽ കോൺഗ്രസിനെ മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് CPM അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആരുടെയും പേരില്ല. വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞാൽ അത്ര മൊത്തം ബാധിക്കുകയില്ല, ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞാൽ അത്രയും ബാധിക്കുകയില്ല, വി ഡി സതീശൻ്റെ പേര് പറഞ്ഞാലും അത്രയും ബാധിക്കുകയില്ല. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ പറ്റിയൊരു നേതാവ് ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിലില്ല. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ കണ്ടുപിടിച്ചത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം കൂടി അലങ്കരിക്കുന്ന വി ഡി സതീശനിലേക്ക് കോൺസെൻട്രേറ്റ് അറ്റാക്ക്, പേഴ്സണലായിട്ടുള്ള അറ്റാക്ക് വി ഡി സതീശനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല പല രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു MLA കൂടിയായിരുന്നു.
അതുകൊണ്ടാണ് പുനർജനി പദ്ധതിയുടെ അവിടെ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു പദ്ധതിയുടെ കോർഡിനേറ്ററായിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിട്ട് മാത്രമായിട്ടാണ് ആര് വർക്ക് ചെയ്തത്, വി.ഡി. സതീശൻ വർക്ക് ചെയ്തത്. സതീശൻ അതുമായി ബന്ധപ്പെട്ട് പണം സ്വീകരിക്കുക, ആ പണം ഇന്നവർക്ക് കൊടുക്കണമെന്ന് പറയുകയൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് അത് അവിടെ തീരുമാനിക്കട്ടെ. താങ്കൾ പറഞ്ഞ പോലെ മണപ്പാട് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാമൂഹിക സേവന അത് പുതുപ്പള്ളിയിലുണ്ട്, പുതുപ്പള്ളി ട്രസ്റ്റുണ്ട്. അതിനെപ്പറ്റി ആരോപണങ്ങൾ ഒത്തിരി പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പബ്ലിക്കിന് സഹായം ചെയ്ത് കൊടുത്തൊരു ട്രസ്റ്റ് പുതുപ്പള്ളി ട്രസ്റ്റാണ്, ഉമ്മൻചാണ്ടിയുടെ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളുള്ളപ്പം സതീശനെ എങ്ങനെ കുരിശിക്കും? ഇവിടെ ഇതിനകത്തൊരു വലിയ രാഷ്ട്രീയ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രമേശ് ചെന്നിത്തലയും സതീശനുമേ രണ്ട് ധ്രുവത്തിൽ നിർത്തി, അല്ലെ ഇവരെ തമ്മിൽ അടുപ്പിച്ച് തങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടാൻ പറ്റുമോ എന്ന് ശ്രമിച്ച കുറച്ച് നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. പക്ഷേ ഒരു കണക്കിൽ ഇവരുടെ യോജിപ്പ്, രമേശിൻ്റെയും സതീശൻ്റെയും യോജിപ്പ് മറ്റ് പലരുടെ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നത് തന്നെയായിരിക്കും. അത് കോൺഗ്രസിനെ സഹായിക്കും, സംസ്ഥാനത്തിനെ സഹായിക്കും. ഈ യോജിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയാൽ സതീശന് ഈ പറയുന്ന വീടുകൾ പണിത് കൊടുക്കുക മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതിനാര് ലീഡർഷിപ്പിലേക്ക് വേറെ വന്നാൽ പോലും ഇനി ഇത് പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിഷയം കൊണ്ട് പുനർജനി എന്നുള്ള പരിപാടി കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഗുണം സതീശനെ വിലയിരുത്താനും സതീശൻ്റെ പ്രവർത്തനങ്ങളെ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനും നമുക്ക് സാധിച്ചു. അതിൻ്റെ അകത്ത് സതീശൻ്റെ കൈകൾ പിണറായി വിജയൻ കാണിച്ച പോലെയല്ല, ഒറിജിനലായിട്ട് തന്നെ ശുദ്ധമാണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ട്. എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ലാവലും തൊട്ടിങ്ങോട്ട് എല്ലാ കേസിലും കയറി ഇറങ്ങുക. സതീശനേതിൽ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. കുറച്ച് നാളുകൂടെ പിണറായി വിജയൻ അധികാരത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സതീശനെ ഇതുപോലെ ഏതെങ്കിലും പെണ്ണോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പിടിച്ചേനെ. അതിന് പകരം സതീശൻ താൻ എന്താണോ അതാ സതീശൻ്റെ ഏറ്റവും വലിയ ഗുണം. താൻ എന്താണോ അത് ഒന്നും ഒളിച്ചു വയ്ക്കാൻ നിൽക്കുന്നില്ല. ആർ.എസ്.എസിൻ്റെ നേതാക്കന്മാരെ കണ്ട നേരിട്ട് പോയി കണ്ടു, ആരെങ്കിലും കാണണമെങ്കിൽ ബിഷപ്പിനെ കണ്ട നേരിട്ട് പോയി കണ്ടു, ഒളിച്ചുമ്പത്തല്ല പോയത്. പിണറായി വിജയൻ്റെ കൂട്ട് ഒറ്റയ്ക്ക് പോയി ഗഡ്കരിയെ കാണുകയല്ല ചെയ്തത്, മസ്കറ്റിലേക്ക് പോകല്ല ചെയ്തത്, അദാനിയായിട്ട് കാണുക അങ്ങനെയല്ല ചെയ്തത്. എല്ലാം ഓപ്പണായിരുന്നു. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി, ചെയ്യുന്ന വർക്കിലെ സുതാര്യതയാണ് പ്രധാനപ്പെട്ട ഘടകം. ആ സുതാര്യത കാത്തു സൂക്ഷിക്കാൻ ഇതുവരെ സതീശൻ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സതീശനെതിരായി വരുന്ന ആരോപണങ്ങൾ ആ രീതിയിൽ പോവുകയുള്ളൂ. പെണ്ണ് കേസ് സാധ്യമല്ലാത്തത് കൊണ്ടാണോ പുനർജനി കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു ഇത്രത്തോളം മധ്യവയോധികനായ ജനപ്രിയനായ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇത്രത്തോളം ആദർശനിഷ്ഠമായൊരു വ്യക്തിത്വം പുലർത്തുന്ന ഒരു വ്യക്തിക്കെതിരെ എങ്ങനെയാണ് ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കുക എന്നുള്ളത് ജനം അന്ന് തന്നെ കേട്ട് അന്തിച്ച് നിന്നതാണ്. അത് സാധ്യമല്ലാത്തതുകൊണ്ടാണോ സതീശനെതിരെ ഒരു പുനർജനി കേസുമായി വന്നതെന്നുള്ളതാണ് ചോദ്യം. അല്ല, സതീശനെതിരെ അല്ലല്ല, പെണ്ണ് കേസ് ആർക്കെതിരായിട്ട് ഇപ്പം പെണ്ണ് കേസ് കൊണ്ടുവന്നപ്പോൾ ഇപ്പം ഈ രാജ്യം ഇവർ കോൺഗ്രസ്സുകാർ തിരിച്ചു പറയാഞ്ഞിട്ടല്ലേ, അല്ലെ തിരിച്ചു പറയാൻ പറ്റാഞ്ഞിട്ടല്ലേ? ആരുടെയൊക്കെ പേരാ ഇപ്പോൾ കർത്താവിൻ്റെ ഡയറിയിൽ എല്ലാവരുടെയും പേരുണ്ടെന്ന് പറഞ്ഞത് സരിതയുടെ ഡയറി ഇല്ലാത്ത പേരാരുടെ ഉള്ളത്? എല്ലാവരുടെയും പേരുണ്ട്. അധികാരത്തിലിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ വിളിക്കാം. ഉമ്മൻചാണ്ടി പോയി ഇരുന്നില്ലേ? യൂത്ത് കോൺഗ്രസ്സുകാർ ഗുണ്ടകളെ കൊണ്ട് അവരൊക്കെ തല്ലാൻ ഇരിക്കാനാണോ? അല്ലല്ലോ. ശിവരാജ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരെ തല്ലാനാണോ ഉമ്മൻചാണ്ടി പോയി? അല്ലല്ലോ. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അവരെ കല്ലെറിയാൻ പോയ CPM-കാരല്ലായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്. ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ആ ഒരു മഹത്വം നിയമത്തെ മാനിക്കണം എന്ന് പറയുന്ന ആ ഒരു രീതിയൊക്കെ കേരളത്തിൽ ആര് വിചാരിച്ചാൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ആളെ കൂട്ടാവുന്ന ആൾ ഉമ്മൻചാണ്ടിയാണ്. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തർക്കം ഒരു ദിവസമെങ്കിലും തല്ലി ഓടിക്കാനുള്ള കപ്പാസിറ്റി ഉമ്മൻചാണ്ടി കൊണ്ടായിരുന്നു. ഇത്രത്തോളം ജനകീയ സ്വീകാരനായ ഒരു നേതാവ് എവിടെയാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ മാത്രം വിശ്വസിച്ചാൽ പോരല്ലോ, ഇവിടെ നാട്ടിലൊരു നീതിന്യായ സംവിധാനമുണ്ട്, അപ്പോൾ അതനുസരിച്ച് നടക്കട്ടെ, ചോദ്യം ചെയ്ത് നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും ഇന്നിപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇത് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സംഭവം മാറി, അണികളേക്ക് ഇറക്കി ജയിലിൽ അവരിപ്പോൾ ജയിലിലുമാണ്. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കി. ഇവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ആ വിശുദ്ധി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഓരോ നേതാക്കന്മാരും ജനാധിപത്യത്തെ എങ്ങനെ കാണുന്നു. അതാണ് ഓരോ നേതാക്കന്മാരും ജനാധിപത്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. ജനാധിപത്യത്തിന് വിശുദ്ധിയുണ്ട്, അതോ ഇവരുമാരും വിശുദ്ധിയെ പറ്റി പറയും. പക്ഷെ ഇവരെ ജനാധിപത്യവാദികളാണോ എന്നറിയപ്പെടുന്ന സന്ദർഭങ്ങളായതൊക്കെ തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഭരണഘടനയെയും ഈ ഭാരതത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയൊക്കെ അംഗീകരിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇവരും കണ്ടറിയണം. എന്തായാലും പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശന് യാതൊരു തരത്തിലും സാമ്പത്തിക ക്രമക്കേടിൽ പങ്കില്ല എന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ വിജിലൻസും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പിലെ വിജിലൻസും ഒക്കെ കണ്ടെത്തിയ സ്ഥിതിക്ക് ആ കേസ് ഇനി ഇല്ല എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ ഇനിയും വി.ഡി. സതീശനെതിരെ അണിയറയിൽ വേറെ ഏതെങ്കിലും കേസുകൾ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുക.